നമസ്കാരം. ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആലങ്കോട് ലീലാകൃഷ്ണന് യൂസഫ് അലി കേച്ചേരി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? അപ്രത്യക്ഷം. അപ്പോൾ അപ്രത്യക്ഷം എന്ന കൃതിക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണന് യൂസഫ് അലി കേച്ചേരി പുരസ്കാരം ലഭിച്ചത്. ഏത് സംസ്ഥാനത്താണ് സസ്യപുക്കുകളായ ടൈറ്റാനോസ് ദിനോസറുകളുടെ മുട്ട കണ്ടെത്തിയത്? മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് സസ്യപുക്കുകളായ ടൈറ്റാനോസ് ദിനോസറുകളുടെ മുട്ട കണ്ടെത്തിയത്. കൊച്ചി നഗരത്തിനും ഏത് ദ്വീപുകൾക്കും ഇടയിലാണ് സർവീസ് നടത്തുന്ന ഒരു ക്രൂയിസ് കപ്പലാണ് MV കവരത്തി? ലക്ഷദ്വീപ്. കൊച്ചി നഗരത്തിനും ലക്ഷദ്വീപിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഒരു ക്രൂയിസ് കപ്പലാണ് MV കവരത്തി. അടിയാളപ്രേതം എന്ന നോവലിന് 2022 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയത് PF മാത്യൂസ് ആണ്. അടിയാളപ്രേതം എന്ന നോവൽ ആരുടേതാണ്? PF മാത്യൂസ്. ആലങ്കോട് ലീലാകൃഷ്ണന് യൂസഫ് അലി കേച്ചേരി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? അപ്രത്യക്ഷം. ഏത് സംസ്ഥാനത്താണ് സസ്യപുക്കുകളായ ടൈറ്റാനോസ് ദിനോസറുകളുടെ മുട്ട കണ്ടെത്തിയത്? മധ്യപ്രദേശ്. കൊച്ചി നഗരത്തിനും ഏത് ദ്വീപുകൾക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ഒരു ക്രൂയിസ് കപ്പലാണ് MV കവരത്തി? ലക്ഷദ്വീപ്. അടിയാളപ്രേതം എന്ന നോവലിന് 2022 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയത് ആരാണ്? PF മാത്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ. ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനുമായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത്? അർജന്റീനയുമായിട്ടാണ്. അപ്പോൾ ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനുമായിട്ട് അർജന്റീനയുമായി ഇന്ത്യ ഒരു കരാറ് ഒപ്പുവെച്ചു. ഡിമെൻഷ്യയും അൽഷിമേഴ്സ് രോഗവും ബാധിച്ച വയോജനങ്ങൾക്കായി കേരള സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. മാരകമായ നിപ്പ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. മാരകമായ നിപ്പ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ച സംഘടനയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടിയാണ് വിങ്സ് ഇന്ത്യ. വിങ്സ് ഇന്ത്യ 2024 എവിടെയാണ് നടക്കുന്നത്? ഹൈദരാബാദിൽ. അപ്പോൾ ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനുമായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത്? അർജന്റീന. ഡിമെൻഷ്യയും അൽഷിമേഴ്സ് രോഗവും ബാധിച്ച വയോജനങ്ങൾക്കായി കേരള സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓർമ്മത്തോണി. മാരകമായ നിപ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടിയായ വിങ്സ് ഇന്ത്യ 2024 എവിടെയാണ് നടക്കുന്നത്? ഹൈദരാബാദ്. വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ടെന്നീസ് ടൂർണമെന്റ് ഏതാണ്? ഡേവിസ് കപ്പ്. വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി. ഫ്രഞ്ച് ബഹുമതിയാണ് ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതി. ഇതിന് അർഹയായ മലയാളി ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അപ്പോൾ 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് റിതു ബെഹ്റി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? റിതു ബെഹ്റി. വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ടെന്നീസ് ടൂർണമെന്റ് ഏതാണ്? ഡേവിസ് കപ്പ്. ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി.
സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി ഏതാണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ഋതു ബെഹ്റെ. സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ പാം ട്രീ. സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് നടത്തിയ പരിശോധനയാണേത്? ഓപ്പറേഷൻ പാം ട്രീ. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് സായം പ്രഭാ ഹോം. സായം പ്രഭാ ഹോം. എന്താണ് സായം പ്രഭാ ഹോം? സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ പേരാണേത്? സായം പ്രഭാ ഹോം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പായൽ കപാഡിയ. സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പാം ട്രീ. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ്? സായം പ്രഭാ ഹോം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? പായൽ കപാഡിയ. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് MV ജനാർദ്ദനനാണ്. പെരുമലയൻ എന്ന നോവലിനാണ് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2024 MV ജനാർദ്ദനന് ലഭിച്ചത്. MV ജനാർദ്ദനൻ. അപ്പോൾ MV ജനാർദ്ദനനെ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2024 അർഹനാക്കിയ നോവൽ ഏതാണ്? പെരുമലയൻ. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ജെന്നി എർ പെൻബെക്ക്. ജെന്നി എർ പെൻബെക്കിനാണ് 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 99ാമത്തെ അംഗമായ രാജ്യം ഏതാണ്? സ്പെയിൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ 99ാമത് അംഗമായ രാജ്യം ഏതാണ്? സ്പെയിൻ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണ്? ഡീസൽ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണ്? ഡീസലാണ്. അപ്പോൾ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് MV ജനാർദ്ദനനാണ് പെരുമലയൻ എന്ന നോവലിന്. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ജെന്നി എർ പെൻബെക്ക് ആണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 99ാമത്തെ അംഗരാജ്യം ഏതാണ്? സ്പെയിൻ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണ്? ഡീസൽ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറ. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ എയർപോർട്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പോൾ 2024 സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ എയർപോർട്ട് ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തിടെ മെഗാലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡിലാണ് പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ മെഗാലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. 90 മിനിറ്റിൽ 5 തവണ പൊട്ടിത്തെറിച്ച് ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതാണ്? സെമെരു. സെമെരു എന്ന അഗ്നിപർവ്വതം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 90 മിനിറ്റിൽ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഇത് സെമെരു. ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറ. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ എയർപോർട്ട് ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തിടെ മെഗാലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട ഗ്രാമമാണ് പുതുക്കൈ ഗ്രാമം. ഈ പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്?
കാസർഗോഡ് ജില്ലയാണ്. 90 മിനിറ്റിൽ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് സെമേരു. ഈ സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2027 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യമാണ് ബ്രസീൽ. അപ്പോൾ 2027 വനിതാ ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ്? ബ്രസീൽ. പുതുമയുള്ളവരെയും സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാം. പുതുമയുള്ളവരെയും സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാം. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭരണശ്ശേരി, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ ഭരണശ്ശേരിയിലാണ് മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 2027 വനിതാ ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. ചെസ്സിൽ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പി ശ്യാം നിഖിൽ. പി ശ്യാം നിഖിൽ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ചെസ്സില്. ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 ഏത് രാജ്യത്താണ് സംഘടിപ്പിച്ചത്? നെതർലൻഡ്സിലെ റോട്ടർഡാമിലാണ്. ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 എവിടെയാണ്? നെതർലൻഡ്സിലെ റോട്ടർഡാം. 30ാമത് സുൽത്താൻ അസലൻ ഷാ ട്രോഫി നേടിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. അപ്പോൾ 30ാമത് സുൽത്താൻ അസലൻ ഷാ ട്രോഫി നേടിയ രാജ്യം ഏതാണ്? ജപ്പാൻ. മിമാസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനിയുടെ ഉപഗ്രഹമാണ് ഏത്? മിമാസ്. മിമാസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനി. ശനി എന്ന ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഏത്? മിമാസ്. ചെസ്സിൽ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പി ശ്യാം നിഖിലാണ്. റോട്ടർഡാം, നെതർലൻഡ്സിലെ റോട്ടർഡാമിലാണ് ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 നടക്കുന്നത്. അതുപോലെ തന്നെ മിമാസ് ശനിയുടെ ഉപഗ്രഹമാണ് മിമാസ്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. രാജീവ് കുമാർ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. രേഖ ശർമ്മ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. അപ്പോൾ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ രേഖ ശർമ്മ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ബോട്ടിന്റെ പേരാണ് ഇന്ദ്ര. അപ്പോൾ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ബോട്ടിന്റെ പേരെന്താണ്? ഇന്ദ്ര. അടുത്തിടെ ഭൂമിയിൽ ഉണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. അപ്പോൾ ഭൂമിയിൽ ഉണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? കൊറോണൽ മാസ് ഇജക്ഷൻ. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചിരി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ബോട്ടിന്റെ പേരെന്താണ്? ഇന്ദ്ര. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കൊറോണൽ മാസ് ഇജക്ഷൻ. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശി. അപ്പോൾ 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശി.
ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 25. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് 25. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. അപ്പോൾ 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? മെയ് 11. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത് മെയ് 11. 2024 ദേശീയ സാങ്കേതിക ദിനത്തിന്റെ പ്രമേയമാണ് സ്കൂൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ നവീകരണത്തിലേക്ക് യുവ മനസ്സുകളെ ജ്വലിപ്പിക്കുന്നു. 2024 ദേശീയ സാങ്കേതിക ദിനത്തിന്റെ പ്രമേയമാണ് സ്കൂൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ നവീകരണത്തിലേക്ക് യുവ മനസ്സുകളെ ജ്വലിപ്പിക്കുന്നു. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശി. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നതെന്നാണ്? മെയ് 25. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ്? റഫീഖ് അഹമ്മദ്. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നതെന്നാണ്? മെയ് 11. നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ചത്. 2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. 2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? പ്രതിഭ റേ. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രതിഭ റേക്കാണ്. UK ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയായ ആസ്ട്രസെനേക്ക ഏതു പേരിലാണ് ഇന്ത്യയിൽ വാക്സിൻ നൽകിയത്? കോവിഷീൽഡ്. അപ്പോൾ UK ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയാണ് ആസ്ട്രസെനേക്ക. ഏതു പേരിലാണ് ഇന്ത്യയിൽ വാക്സിൻ നൽകിയിരിക്കുന്നത്? കോവിഷീൽഡ്. ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹൻസിരാജ് ഗംഗാറാം അഹിർ. ഹൻസിരാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ് S. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? S. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക കനുങ്കോ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനുങ്കോ. ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അപ്പോൾ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. അപ്പോൾ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസിരാജ് ഗംഗാറാം അഹിർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ S. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ. ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ മാധവ് കൗശിക്. അപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവയാണ്. ദേശീയ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? മാധവ് കൗശിക്. 2024 റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത് ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന പ്രമേയം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇത് ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ്? സാംസ്കാരിക മന്ത്രാലയം. 2024 റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത് ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന പ്രമേയമാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇത് ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ്? സാംസ്കാരിക മന്ത്രാലയം. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പദവി ലഭിച്ചത് ഏത് ടൈഗർ റിസർവിനാണ്?
പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പദവി ലഭിച്ച ടൈഗർ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ മാധവ് കൗശിക്, ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. 2024 റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത് ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന പ്രമേയം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇത് ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ്? സാംസ്കാരിക മന്ത്രാലയം. ഒരന്വേഷണത്തിന്റെ കഥ എന്ന പുസ്തകം എഴുതിയത് കെ വേണുവാണ്. അപ്പോൾ ഒരന്വേഷണത്തിന്റെ കഥ എന്ന പുസ്തകം എഴുതിയത് കെ വേണു. ബ്രിട്ടീഷ് രാജകുടുംബ പദവി ഉപേക്ഷിച്ച ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേര് എന്താണ്? സ്പെയർ. ബ്രിട്ടീഷ് രാജകുടുംബ പദവി ഉപേക്ഷിച്ച ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേരെന്താണ്? സ്പെയർ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരൻ. അപ്പോൾ പെരുമ്പടവം ശ്രീധരനാണ് 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ധീരം. കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ധീരം. ഒരന്വേഷണത്തിന്റെ കഥ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കെ വേണു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാരാണ്? മാധവ് കൗശിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പദവി ലഭിച്ചത് ഏത് ടൈഗർ റിസർവിനാണ്? പെഞ്ച് ടൈഗർ റിസർവ്. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശിയാണ്. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് 25. 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിന്. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 11. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേരെന്താണ്? ചിരി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ബോട്ടിന്റെ പേരെന്താണ്? ഇന്ദ്ര. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ, വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ, പട്ടികജാതി കമ്മീഷൻ കിഷോർ മാഖ്വാന. ചെസ്സിൽ ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പി ശ്യാം നിഖിലാണ്. മിമാസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനിയുടെ ഉപഗ്രഹമാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. 2027 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. പുതുക്കൈ ഗ്രാമം അടുത്തിടെ മെഗാലിത്തിക് കാലഘട്ടത്തിലെന്ന് കരുതുന്ന പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട പുതുക്കൈ ഗ്രാമം എവിടെയാണ്? കാസർഗോഡ്. 90 മിനിറ്റിൽ 5 തവണ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? സെമരു. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് MV ജനാർദ്ദനാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 99ാമത് അംഗമായ രാജ്യം ഏതാണ്? സ്പെയിനാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണ്? ഡീസലാണ്. ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഹോണർ ബഹുമതിക്ക് അർഹയായ മലയാളി ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിയാണ്. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? റിതു ബെഹ്റയാണ്. ഡിമെൻഷ്യയും അൽഷിമേഴ്സ് രോഗവും ബാധിച്ച വയോജനങ്ങൾക്കായി കേരള സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനുമായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവെച്ചത്? അർജന്റീനയുമായിട്ടാണ്. അപ്രത്യക്ഷം എന്ന കൃതി ആരുടേതാണ്? ആലങ്കോട് ലീലാകൃഷ്ണന്റേതാണ്. ആലങ്കോട് ലീലാകൃഷ്ണന് യൂസഫ് അലി കേച്ചരി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണേത്? അപ്രത്യക്ഷം. അപ്പോൾ ടൈറ്റാനോസ് എന്ന സസ്യഭുക്കായ ദിനോസറിന്റെ മുട്ട കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അടിയാളപ്രേതം എന്ന നോവൽ ആരുടേതാണ്? PF മാത്യൂസിന്റേതാണ്. PF മാത്യൂസിന് 2022 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണേത്? അടിയാളപ്രേതം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.